ഹായ്, ഞാൻ സിദ്ധാർത്ഥ് ഭരതൻ. ഇപ്പോൾ സുമതി വളവ് എന്ന് പറഞ്ഞ എൻ്റെ പുതിയ പടത്തിൻ്റെ ലൊക്കേഷനിലാണ്. ഇന്നായിരുന്നു അതിൻ്റെ പൂജ. വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്യുന്ന, അഭിലാഷ് പിള്ള രചിക്കുന്ന, മുരളി കുന്നമ്പുറത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ് സുമതി വളവ്. അർജുൻ അശോകനാണ് നായകനായിട്ട് വരുന്നത്. ഞാനതിലൊരു മെയിൻ സപ്പോർട്ടിംഗ് ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും ഈ പടം കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. സുമതി വളവ് എന്നൊരു സിനിമേൻ്റെ ഭാഗമാവാൻ വന്നതാണ്. അതിലൊരു നല്ലൊരു ക്യാരക്ടർ ഞാൻ ചെയ്യുന്നുണ്ട്. അത് ഒത്തിരി സന്തോഷം, എൻ്റെ ഒരു ഭാഗ്യം എന്ന് തന്നെ പറയാം. വിഷ്ണു ശശിശങ്കർ ഏതാണ്ട് ഒരു പ്രണയവിലാസമൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ നേരിട്ട് മീറ്റ് ചെയ്യും. അപ്പം ഒരു പടം നമ്മൾക്ക് ചെയ്യേണ്ടതെന്ന് പറയുകയും, പിന്നെ അഭിലാഷ് ഒരു ഫംഗ്ഷന് വെച്ച് കാണുമ്പോൾ അങ്ങനെ നമുക്കൊരു പടം ചെയ്യണ്ടേ എന്ന് അഭിലാഷ് സംസാരിക്കുകയും ചെയ്തു. അഭിലാഷിൻ്റെ ആനന്ദ് ശ്രീബാല എന്നൊരു പടത്തിൽ ഞാൻ അഭിനയിച്ചു. രണ്ടാമത്തെ പടമാണ് ഇത്. ഇതിൻ്റെ ഒരു നായകൻ ആയിട്ട് അഭിനയിക്കുന്ന അർജുൻ അശോകൻ ഞാനും കൂടി ഒരു നാലാമത്തെ പടമാണ് ഇത്. അങ്ങനെ ഇതിൽ അഭിനയിക്കാൻ സാധിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം സിനിമ ഒരു വൻ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ഞങ്ങളുടെ സിനിമ സുമതി വളവ് ഇന്ന് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. പാലക്കാടാണ് ലൊക്കേഷൻ. അതിൻ്റെ എല്ലാ ഒരു ഭംഗിയുമുള്ളൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. എൻ്റെ നാടാണിത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും കൂടെ എനിക്കുണ്ട്. പിന്നെ ഞങ്ങൾ ആഫ്റ്റർ മാളികപ്പുറം, ഞാനും അഭിലാഷും വിഷ്ണുവും, ഞങ്ങൾ 3 പേരും ഒരുമിക്കുന്ന സിനിമയാണ്. മുരളിച്ചേട്ടനാണ് പ്രൊഡ്യൂസർ. വെള്ളമൊക്കെ ചെയ്ത മുരളിച്ചേട്ടനാണ് പ്രൊഡ്യൂസർ. അപ്പം ഞങ്ങളുടെ ഒരു ടീമിൻ്റെ ഒരു എഫേർട്ടാണ് ഈ സിനിമ. ഇതൊരു വലിയ വിജയമായി മാറാനായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവരും നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. മാളികപ്പുറം ടീം മാളികപ്പുറത്തിന് ശേഷം വരുന്ന ഒരു സിനിമയാണ്. അതും മുരളിച്ചേട്ടനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അഭിലാഷുണ്ട്, വിഷ്ണു ഉണ്ട്, രഞ്ജനുണ്ട്. പാട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സന്തോഷേട്ടനുണ്ട്. അപ്പോൾ വീണ്ടും ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഈ സിനിമയിൽ എത്തുന്നത്. സുമതി വളവിൽ ഇത് ആ രീതിയിൽ തന്നെ വലിയൊരു താരനിരയുണ്ട്. അതും മാളികപ്പുറം പോലെ തന്നെ ഒരു സക്സസ് ആവർത്തിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഡയറക്ഷൻ സീറ്റിലേക്ക് ഇരിക്കാൻ പോവാണ്. അതിൻ്റെ ഒരു ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഈ സബ്ജക്റ്റിലൊരു കോൺഫിഡൻ്റ് ഉണ്ട്. നല്ല രീതിയിൽ തന്നെ വരും. എല്ലാത്തരം ഓഡിയൻസിനും എൻജോയ് ചെയ്യാം, തിയേറ്ററിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പടമായിരിക്കും. അതെനിക്കൊരു ഉറപ്പ് തരാൻ പറ്റും. ബാക്കിയെല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലല്ലേ. നമസ്കാരം. സുമതി വളവ് ഇന്ന് ഷൂട്ട് തുടങ്ങുകയാണ്. ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു വലിയ പടം. അപ്പം ഇനിയുള്ളൊരു 85 ദിവസം പാലക്കാടും കൊച്ചിയിലുമായിട്ടാണ് ഷൂട്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒന്നിക്കുന്ന സിനിമയാണ്. മാളികപ്പുറത്തിന് ശേഷം ഞാനും വിഷ്ണുവും വീണ്ടും ഒന്നിക്കുന്ന സിനിമ. രഞ്ജിൻ രാജ് ഞങ്ങളൊപ്പം, ഞങ്ങൾ 3 പേരും ഒന്നിക്കുന്നൊരു സിനിമ. അപ്പം ബാക്കി അപ്ഡേറ്റ്സ് എന്താ പറയുക, ഒരു 10 ദിവസത്തിനുള്ളിൽ ഞങ്ങളൊരു വലിയ അപ്ഡേറ്റ് വിടുന്നുണ്ട്. അപ്പോൾ അന്ന് ബാക്കി ഡീറ്റെയിൽസ് പറയാം. അപ്പം വന്നതിനും നിങ്ങൾ മീഡിയയോട് താങ്ക്സ് പറയാണ്. അപ്പം ഇനിയുള്ള അപ്ഡേറ്റ്സൊക്കെ പുറകെ അറിയിക്കാം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനൊരു വലിയൊരു മൂവിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇത്രയും വലിയൊരു ബഡ്ജറ്റുള്ളൊരു മൂവിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഞാൻ സന്തോഷിക്കുന്നു. ഈ പടം സൂപ്പർ ഹിറ്റാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഭിലാഷൻ്റെ കഥയല്ലേ, അപ്പോൾ ആയിരിക്കും. അപ്പോൾ താങ്ക് യു. മാളികപ്പുറം ടീമിന് തന്നെ സുമതി വളവിൽ ഭാഗമാകാൻ കഴിയുന്നുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. അഭിലാഷ് ചേട്ടൻ്റെയും വിഷ്ണു ചേട്ടൻ്റെയും രഞ്ജൻ ചേട്ടൻ്റെയും ശ്രീപത്തിൻ്റെയും കൂടെ ഒന്നുകൂടെയും കൂടെ ചെയ്യാൻ പോവാണ്. അത് മുരളീങ്കരുടെ സിനിമയിൽ ഭാഗമാകാൻ കഴിയുന്നത് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഞങ്ങൾക്ക്. എന്നാലേ ഞങ്ങൾക്ക് ഈ സിനിമ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. അപ്പോൾ ഇനി ഞങ്ങൾ അപ്ഡേറ്റ് പുറകെ അറിയിക്കുന്നതാണ്. ഈ സിനിമയിലെ ബാക്കി ആർട്ടിസ്റ്റുകൾ, അതായത് നാളെ തൊട്ടാണ് എല്ലാവരും ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ബാക്കി ആർട്ടിസ്റ്റുകളുടെ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത്, അർജുൻ അശോകനാണ് ഇതിലൊരു മെയിൻ ലീഡ് ക്യാരക്ടർ ചെയ്യുന്നത്. അർജുനെ പോലെ തന്നെ ബാലു വർഗീസ് ഒരു ത്രൂ ഔട്ട് വേഷം ചെയ്യുന്നുണ്ട്. ഗോകുൽ സുരേഷ് ഗോപി ഒരു ത്രൂ ഔട്ട് വേഷം ചെയ്യുന്നുണ്ട്. സിദ്ധാർത്ഥ ചേട്ടൻ ത്രൂ ഔട്ട് വേഷം ചെയ്യുന്നുണ്ട്. മനോജ് ചേട്ടനുണ്ട്. അതേപോലെ ഹീറോയിൻസിന്റെ സൈഡിലേക്ക് ശ്രാവൺ മുകേഷ് ത്രൂ ഔട്ട് ക്യാരക്ടർ. നമ്മുടെ പണിയിലൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ദേവസി എന്നുള്ള ക്യാരക്ടർ ചെയ്ത ചേട്ടൻ ഇതിലൊരു ത്രൂ ഔട്ട് വേഷം ചെയ്യുന്നുണ്ട്. പിന്നെ ഹീറോയിൻസിന്റെ പോർഷൻ മാളവിക മനോജ് ആണ് ഒരു ഹീറോയിൻ. അതേപോലെ പവി ടേക്കറിലൊക്കെ നമുക്കറിയാവുന്ന ജൂഹി മറ്റൊരു ഹീറോയിനാണ്. ഗോപിക ഗോവിന്ദ് പത്മസൂര്യ ഹീറോയിനാണ്. അതേപോലെ നമ്മുടെ ശിവത
ഒരു ഹീറോ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതല്ലാതെ ഒരു 3 ഹീറോയിൻസുള്ള പടത്തിലുണ്ട്. അത് സസ്പെൻസ് ആണ്, ലാസ്റ്റ് റിവീൽ ചെയ്യാം. ഒരു ഹൊറർ കോമഡി ജോണറിലാണ് സിനിമ ഒരുക്കുന്നത്. ഔട്ട് ആൻഡ് ഔട്ട് ഒരു ഹ്യൂമർ ട്രാക്കിലാണ് സിനിമ കഥ പറയുന്നത്. പക്ക എൻ്റർടൈൻമെൻറ്റ് മൂവി ആയിരിക്കും, അത് ഗ്യാരണ്ടിയാണ്.